അരനൂറ്റാണ്ടിനു ശേഷം മനുഷ്യനെ വീണ്ടും ചന്ദ്രന്റെ മണ്ണിലെത്തിക്കാനുള്ള നാസയുടെ സ്വപ്ന പദ്ധതിക്ക് വൻ കുതിപ്പേകി ആർട്ടിമിസ് 2 ദൗത്യം വിജയകരമായി പൂർത്തിയായി. ചന്ദ്രനെ ചുറ്റിയുള്ള പരീക്ഷണ ദൗത്യം വൻ വിജയമായതോടെ അടുത്ത ഘട്ടമായ ആർട്ടിമിസ് 3യിലൂടെ മനുഷ്യനെ ചന്ദ്രോപരിതലത്തിൽ ഇറക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസത്തിലാണ് ശാസ്ത്രലോകം. ചന്ദ്രനിലെ വിഭവങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആഗോള മത്സരങ്ങൾക്കിടയിലാണ് നാസയുടെ നേട്ടം എന്നതും ശ്രദ്ധേയമാണ്. ഇന്ത്യൻ സമയം ഇന്ന് പുലർച്ചെ 5:37 യുഎസിലെ കാലിഫോർണിയയ്ക്ക് സമീപം പസഫിക് സമുദ്രത്തിൽ പേടകം സ്പ്ലാഷ് ഡൗൺ ചെയ്തത്. അപ്പോളോ ദൗത്യങ്ങൾക്ക് ശേഷം മനുഷ്യൻ ചന്ദ്രനിലേക്ക് നടത്തിയ ഏറ്റവും വലിയ ദൗത്യമാണിത്. മനുഷ്യൻ ഇതുവരെ സഞ്ചരിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ ദൂരമെന്ന റെക്കോർഡ് കുറിച്ചാണ് സംഘം മടങ്ങിയെത്തിയത്. കമാൻഡർ റീഡ് വൈസ്മാൻ, വിക്ടർ ഗ്ലോവർ, ക്രിസ്റ്റീന കോച്ച്, ജെറമി ഹാൻസൺ എന്നിവരാണ് സഞ്ചാരികൾ. ദൗത്യത്തിന്റെ ഭാഗമായി പരീക്ഷിച്ച പേടകത്തിലെ അത്യാധുനിക സംവിധാനങ്ങളെല്ലാം വളരെ കൃത്യതയോടെ പ്രവർത്തിച്ചുവെന്ന് നാസ വ്യക്തമാക്കി. പേടകത്തിലെ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം ബഹിരാകാശ സഞ്ചാരികൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ വായു, താപനില, മർദ്ദം എന്നിവ ക്രമീകരിക്കുന്ന സംവിധാനങ്ങൾ അതീവ സങ്കീർണമായ സാഹചര്യങ്ങളിൽ മികച്ച രീതിയിൽ തന്നെ പ്രവർത്തിച്ചതായും നാസ പറയുന്നു. മികച്ച ആശയവിനിമയം വഴി ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെ ചന്ദ്രന്റെ ഭ്രമണപഥത്തിൽ വെച്ച് ഭൂമിയുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെടാതെ തന്നെ ആശയവിനിമയം നടത്താനും പേടകത്തിന്റെ പാത വളരെ കൃത്യമായി നിയന്ത്രിക്കാനും കഴിഞ്ഞത് വലിയ നേട്ടമാണ്. ആഴക്കടലിലെ ലാൻഡിംഗ് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പേടകം വിജയകരമായി പിന്നിട്ടത് ദൗത്യത്തിന്റെ മാറ്റ് 10 മടങ്ങ് കൂട്ടി. അതേസമയം ആർട്ടിമിസ് 2ന്റെ വിജയം വെറുമൊരു യാത്രയല്ല, മറിച്ച് ചന്ദ്രന്റെ അമൂല്യ വിഭവങ്ങൾ ലക്ഷ്യമിട്ടുള്ള വൻ ശക്തികളുടെ നീക്കങ്ങൾക്ക് വേഗത കൂട്ടുന്ന ഒന്നുകൂടിയാണ്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലെ ജലശേഖരവും ഹീലിയം നിക്ഷേപവും ഭാവിയിലെ ഊർജ്ജ പ്രതിസന്ധിക്ക് പരിഹാരമാകുമെന്ന് കരുതപ്പെടുന്നു. ഈ വിഭവങ്ങളിൽ അധികാരം സ്ഥാപിക്കാൻ യുഎസും ചൈനയും തമ്മിലുള്ള മത്സരം കടുക്കുന്ന സാഹചര്യത്തിൽ ആർട്ടിമിസ് ദൗത്യങ്ങളുടെ ഓരോ ചുവടും വളരെ നിർണായകമാണ്. എന്നാൽ നാസയുടെ വിജയത്തെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വലിയ താൽപര്യത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. ISROയുടെ ചന്ദ്രയാൻ ദൗത്യങ്ങളിലൂടെ ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തെക്കുറിച്ച് ഇന്ത്യ നൽകിയ വിവരങ്ങൾ ഇത്തരം ആഗോള ദൗത്യങ്ങൾക്ക് വലിയ തുണയാകുന്നുണ്ട്. ഭാവിയിൽ നാസയുമായുള്ള സഹകരണത്തിലൂടെ ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരികൾക്കും ചന്ദ്രനിലെത്താനുള്ള വഴി തെളിയുമോ എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അടുത്ത 2 വർഷത്തിനുള്ളിൽ തന്നെ മനുഷ്യനെ ചന്ദ്രനിലിറക്കാനുള്ള ആർട്ടിമിസ് 3 ദൗത്യത്തിന് നാസ തുടക്കം കുറിക്കും. ഇതോടെ ബഹിരാകാശ പര്യവേക്ഷണ ചരിത്രത്തിൽ പുതിയൊരു അധ്യായം കൂടി പിറക്കുമെന്ന് ഉറപ്പായി. മനുഷ്യന്റെ നിശ്ചയദാർഢ്യം വീണ്ടും ചന്ദ്രന്റെ മണ്ണിലെത്താൻ ഒരുങ്ങുമ്പോൾ അത് ശാസ്ത്രത്തിന് മാത്രമല്ല, മനുഷ്യരാശിയുടെ മുഴുവൻ ഭാവി, ഊർജ്ജ, സാമ്പത്തിക സുരക്ഷയ്ക്കും പുതിയ വാതിലുകൾ തുറക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം.